എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ചാനലായ ശ്രുതി ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യുന്നത് ഒരു മെഷീൻ എംബ്രോയ്ഡറി ഡിസൈനാണ്. ഞാൻ ബ്ലൗസിൻ്റെ നെക്കിനാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. ഞാൻ അതിനുവേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് റാൾസൺ മെഷീനാണ്. റാൾസണിൻ്റെ 130 മോഡൽ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഈ മെഷീൻ്റെ സൈഡിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാകും. 0 to 5 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാകും. സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടാനും കുറയ്ക്കാനുമുള്ള നമ്പേഴ്സാണത്. ആദ്യം 0ൽ സെറ്റ് ചെയ്തിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീൻ്റെ താഴെ വശത്ത് ഒരു പെഡൽ കൊടുത്തിട്ടുണ്ടാകും. നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനിലൊക്കെ ഉണ്ടാവുമല്ലോ പെഡൽ, അതുപോലത്തെ പെഡൽ ഈ മെഷീനിലും കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ കാലിൻ്റെ മുട്ടും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ 2 നമ്പറിൽ നമ്പർ 2ൽ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ സാറ്റിൻ സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജെറി ത്രെഡാണ്. കിരൺ ബ്രാൻഡിൻ്റെ ജെറി ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ ചുറ്റും 4 ലീഫുകളുണ്ട്, ചെറിയ ലീഫും പിന്നെ മുകളിലായി 3 ലീഫും ഉണ്ട്. അതിനെ ജെറി ത്രെഡും കൊണ്ട് തന്നെ ഫില്ല് ചെയ്യണം. ജെറി ത്രെഡും കൊണ്ട് ചെയ്യേണ്ട സ്റ്റിച്ചുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് ത്രെഡ് മാറ്റിയിട്ട് ഫ്ലവറിന് ഞാൻ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം ലീഫിൻ്റെ ഡിസൈനൊക്കെ ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലവറിൻ്റെ ഡിസൈനാണ് ചെയ്യേണ്ടത്. നമ്മൾ ലീഫ് ചെയ്യുമ്പോൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ചിൽ ലീഫിൻ്റെ അറ്റത്ത് വരെ റണ്ണിങ് സ്റ്റിച്ചിൽ വന്നിട്ട് അവിടെ നിന്ന് സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടണം. 1 2 3 4 5 വരെ കൊണ്ടുപോയിട്ട് പിന്നെ മെല്ലെ കുറച്ചുകൊണ്ട് വരണം. 4 3 2 1 0 വരെ കൊണ്ടുവരണം. അപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഞാനിവിടെ ട്രേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ട്രേസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലീഫിൻ്റെയും ഫ്ലവറിൻ്റെയും സൈസ് ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ട്രേസ് ചെയ്തത്. ട്രേസ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ താമസിക്കുന്നത് ഇവിടെ മംഗലാപുരത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കർണാടകത്തിലാണ്. അതുകൊണ്ട് എൻ്റെ മലയാളത്തിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ കന്നഡയും തുളും കയറി വരാൻ ചാൻസ് ഉണ്ട്, ക്ഷമിക്കണം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഈ വീഡിയോയ്ക്ക് ഉണ്ട്. ഞാൻ ക്യാമറ വെച്ച ആംഗിൾ അത്ര ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ക്യാമറ എൻ്റെ റൈറ്റ് സൈഡിലാണ് വെച്ചത്. ആ മുകളിൽ കാണുന്ന നമ്പേഴ്സും ഈ ഡിസൈനും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ആ സൈഡ് വെച്ചത്. അത് അത്ര ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. ലീഫിൻ്റെ ഡിസൈന് ഏകദേശം കഴിഞ്ഞുകൊണ്ട് വന്നു. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്ന ത്രെഡുകളൊക്കെ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം. ലീഫിൻ്റെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ത്രെഡ് മാറ്റി, സിൽക്ക് ത്രെഡാണ് ഇപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ ഫ്ലവറിൻ്റെ
പെറ്റൽസിൻ്റെ ചുറ്റും ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ഇടുന്നുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെയാണ് പെറ്റൽസ് ഫില്ല് ചെയ്യുന്നത്. ഒരു പെറ്റൽ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള പെറ്റലും കൂടെ ഒരുമിച്ച് തന്നെ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞാണ് റിങ് നമ്മൾ തിരിക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാ ഫ്ലവറും ഫില്ല് ചെയ്യുക. ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കാണ്. ബാക്ക് നെക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്ലവറും ഏകദേശം കഴിഞ്ഞുകൊണ്ട് വന്നു. ഇനി ആ ഫ്ലവറിൻ്റെ നടുക്ക് ഓരോരോ ബട്ടൺ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആവും. ഞാൻ ബ്ലൗസ് പീസിൻ്റെ കളറിൽ തന്നെ ഉള്ള സിൽക്ക് ത്രെഡാണ് ബട്ടൺ സ്റ്റിച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫ്ലവറിന് നടുക്ക് ഓരോരോ ബട്ടൺ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡിസൈന് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ്. ഇത് എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത ബ്ലൗസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക്